ചെന്നൈയിൽ മഴ കുറഞ്ഞെങ്കിലും ദുരിതം തുടരുകയാണ്. അതെ, അയ്യപ്പാക്കം മേഖലയിൽ റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലാണ്. ധാരാളം മലയാളികളുള്ള മേഖലയാണിത്. വിവരങ്ങളുമായി ചെന്നൈയിലെ അയ്യപ്പാക്കത്ത് നിന്ന് മനീഷ് മൂർത്തിയാണ് ചേരുന്നത്. മനീഷേ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ ഒരുപാട് മലയാളികളുള്ള ഒരു മേഖലയാണ്. ഇനി മലയാളികൾ ഇല്ലെങ്കിൽ തന്നെ അവിടെയുള്ള ജനങ്ങൾക്ക് വലിയ ദുരിതവുമാണ്. ഹാഷ്മി, ക്രിസ്റ്റീന, അയ്യപ്പാക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. നമുക്ക് കാണാൻ കഴിയും. അതായത് ഏകദേശം ഒരു 10-25 വർഷത്തോളമായി ഇതേ അവസ്ഥയിലാണ് ഈ റോഡ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഏകദേശം നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയാണ്. ധാരാളം മലയാളി കുടുംബങ്ങളുണ്ട്. കൃഷ്ണനെ സൂചിപ്പിച്ച മലയാളികളല്ലെങ്കിൽ പോലും വലിയ തോതിലുള്ള പ്രതിസന്ധി ഇവർ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ വെള്ളം തുടങ്ങുന്ന ഒരു മേഖല എന്ന് പറയുന്നതിന് കുറച്ച് അപ്പുറത്താണ്. അത് GCC ആണ്, അതായത് ഗ്രേറ്റർ ചെന്നൈ കോർപ്പറേഷനാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു മേഖല എന്ന് പറയുന്നത് തിരുവെട്രിയൂർ എന്ന് പറയുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്. എന്തായാലും അതായത് ചെന്നൈയിൽ നിന്നൊക്കെ പെയ്യുന്ന മഴ അല്ലെങ്കിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നതെല്ലാം ഒഴിവാക്കി വരുന്ന വെള്ളമാണിത്. ഈ വെള്ളം ഇതുവഴിയാണ് നദിയിലേക്ക് പോയി ചേരുന്നത്. അപ്പോൾ ഇതുവഴി അല്ലാണ്ട് എന്തായാലും പോകാൻ കഴിയില്ല. അതങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്കൊപ്പം ചില പ്രതികരണങ്ങൾ നമുക്ക് തേടേണ്ടതുണ്ട് ഇവരുമായി ബന്ധപ്പെട്ട്. എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളതൊക്കെ ബന്ധപ്പെട്ട്. അപ്പോൾ എന്താണ് ശരിക്കും എത്ര വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ ഈ ഒരു വിഷയം? നമ്മളിവിടെ വന്നിട്ട് ഒരു 5-6 വർഷമായി. എല്ലാ വർഷവും ഈ മഴ വരുമ്പോൾ ഇത് തന്നെ പ്രശ്നം. ഇവിടെ എപ്പോഴും നല്ല മഴ പെയ്താൽ ഇവിടെ വെള്ളം പോകില്ല. ഇപ്പോഴും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. മുമ്പ് അങ്ങ് അവിടെ മുകളിൽ വരെ വരും. ഇവിടെ ആർക്കും പോകാൻ പറ്റില്ല. ബൈക്ക്, കാറ് ഒരു വഴിക്ക് പോകാൻ പറ്റില്ല. ഒരു 10 ദിവസം ഈ പ്രശ്നം ഇവിടെ ഉണ്ടാവും മഴ പെയ്യുമ്പോൾ. പിന്നെ ഒരു മോട്ടർ വെച്ചെന്തെങ്കിലും അടിച്ച് മാറ്റിയാലേ ഈ വെള്ളം ഇവിടെ നിന്ന് മാറത്തുള്ളൂ. എത്ര കുടുംബങ്ങൾക്ക് ഇതിൻ്റെ ഒരു ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു? ഇങ്ങോട്ട് വലിയ സ്കൂളുകൾ 3-4 സ്കൂളുണ്ട്. ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കെല്ലാം ഇതാണ് വഴി, വേറെ വഴിയില്ല. അല്ലെങ്കിൽ ചുറ്റി ഒരു 7 കിലോമീറ്റർ ചുറ്റി വരണം. അവർക്ക് ഈ പ്രശ്നമുണ്ട്. പിന്നെ ജോലിക്ക് പോകുന്ന കമ്പനീസ് ഉണ്ട്, ഒരുപാട് പേര് കമ്പനിയുണ്ട്. പിന്നെ ഇവിടെ കുടുംബങ്ങൾ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ എന്തെങ്കിലും അങ്ങനെ ഈ വഴി മാത്രമേ ഉള്ളൂ മെയിനായിട്ട് വരുന്നത്. അത് നമുക്ക് പ്രശ്നമുണ്ട്. ഒരു 10 ദിവസത്തേക്ക് ഈ വഴി വരാനേ പറ്റില്ല. കൃഷ്ണ, ഹാഷ്മി, അതായത് ഏകദേശം ഒരു നന്നായിട്ട് മഴ പെയ്താൽ ഒരു 10-15 ദിവസത്തോളം പിന്നീട് ഇതേ അവസ്ഥയാണ് ഈ റോഡിൻ്റെ എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ശാശ്വത പരിഹാരം എന്ന് പറയുന്നൊരു മേൽപ്പാലമോ ആ രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതായത് വെള്ളം ഒഴിവാകുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടുകളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് പലയിടങ്ങളിലും. പക്ഷെ അതൊന്നും അതൊന്നും ഈ പറഞ്ഞതുപോലെ ഈ വെള്ളക്കെട്ടിനൊരു ശാശ്വത പരിഹാരമാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം ഏകദേശം ഒരു 500 മീറ്ററിലധികം ഈ റോഡിൽ ഇങ്ങനെ വെള്ളം നിൽക്കുന്നു. കാരണം കാറുകളും ബൈക്കുകളും ഒന്നും തന്നെ പോകാൻ പറ്റുന്ന ഒരു നിലയല്ല. ധാരാളം കുടുംബങ്ങളുണ്ട്, സ്കൂളുകളുണ്ട്, മാത്രമല്ല ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ്, കമ്പനികൾ ഒരുപാടുണ്ട്. അവിടേക്കുള്ള ജീവനക്കാരെല്ലാം തന്നെ ഈ വഴി വേണം വരാൻ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു വലിയ പ്രതിസന്ധി എന്തായാലും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മോട്ടോർ വെച്ച് പമ്പ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ, അതായത് ഇപ്പം ഇന്നിപ്പോൾ അത്യാവശ്യം വെയിലെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്, മഴ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി 1-2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു വെള്ളക്കെട്ട് പൂർണ്ണമായും തന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ജനങ്ങൾ പറയുന്നത്. കാരണം നമ്മൾ അല്പം മുമ്പ് ഇവിടെ 40-45 വർഷമായി താമസിക്കുന്ന ആളുകളോടൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഏകദേശം അവർ വന്ന കാലം മുതൽ ഉള്ള ഒരു പ്രശ്നം തന്നെയാണിത്. പക്ഷെ അന്നൊന്നും അത്ര വലിയ ദുരിതം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അടുത്ത ഫ്ലാറ്റുകളും ഒക്കെ വന്നതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകി പോകുന്നതിനുള്ള ഒരു സംവിധാനമില്ല എന്നുള്ളതാണ്. എന്തായാലും വലിയ കടുത്ത ദുരിതം തന്നെയാണ് ഈ മേഖലയിലുള്ള ആളുകൾ. പകുതി വെള്ളത്തിൽ സ്കൂട്ടർ ആക്റ്റീവ് മുങ്ങിപ്പോയി എന്ന് തോന്നുന്നു. ചേച്ചി ആണ്ട് ഇറങ്ങി വണ്ടി തള്ളിക്കൊണ്ട് പോകണം. അവിടെ സ്കൂട്ടറുകാരാണ് കൂടുതൽ കഷ്ടപ്പെടുന്നത്. ഐ ആം ജിനു, അയ്യോ എന്നാ വെള്ളമാണെന്ന് പറയുന്നുണ്ട്. അയ്യോ നമ്മൾ അങ്ങനെ അങ്ങ് സർപ്രൈസ് അടിക്കണ്ട, അല്ല അങ്ങനെ അങ്ങ് ആകാംക്ഷ കാണിക്കാൻ. കൊച്ചിയിലെ വെള്ളക്കെട്ടിന് അത്രയൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. ഉണ്ടോ? കൊച്ചിയിലാണെങ്കിലും ചെന്നൈയിലാണെങ്കിലും ദുരിതപ്പാടാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.